ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ള. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അനന്തപുരി തറവാട്ടിലെ വിഷു ആഘോഷമാണ് കാണിക്കുന്നത്. ഓരോരുത്തരായി ഇറങ്ങി വരികയാണ് കണി കാണാനായിട്ട്. ആദ്യം നമ്മുടെ വസുന്ധരേനെ മൂർത്തി കണ്ണൊക്കെ പൊത്തി കൊണ്ടുവരുന്നു. രണ്ടാമത് ജയൻ ദേവയാനിയെ കൊണ്ടുവരുന്നു. പിന്നെ നമ്മുടെ അജയൻ ആരെയാണ് കൊണ്ടുവരുന്നത്? അജയന്റെ ഭാര്യനെ കൊണ്ടുവരുന്നു, ജാനകിനെ കൊണ്ടുവരുന്നു. പിന്നെ ജലജ വരുന്നു. അങ്ങനെ ഇവരെല്ലാം വന്ന് കണി കാണുകയാണ്. അങ്ങനെ കണിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമികേനെ മാത്രം കാണുന്നില്ല കേട്ടോ. അനിയൊക്കെ വന്നു, എല്ലാവരും വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം അനാമികയെ കാണാത്തത് കൊണ്ട് തന്നെ അനാമിക എന്ത് ചെയ്യുന്നിങ്ങനെ ദേവയാനി തിരക്കി കഴിഞ്ഞപ്പം അവളതിനെ എണീറ്റിട്ട് പോലും ഇല്ല. ഞാൻ കണി കാണാൻ വേണ്ടി അവളെ വിളിച്ചതാ വല്യമ്മേ. അവൾ ആകാശത്ത് നോക്കി കിടപ്പുണ്ട്. ആകാശത്തല്ല, മുകളിലേക്ക് നോക്കി കിടപ്പുണ്ട്. അവളിപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണി കണ്ടു കഴിഞ്ഞു. ഞാൻ രാവിലെ വിളിച്ചപ്പം തന്നെ കണ്ണ് തുറന്ന് മേളിലേക്ക് നോക്കി എണീറ്റത്. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, അതൊന്നും സാരമില്ല, പോട്ടെ, അവളുടെ അറിവില്ലായ്മയല്ലേ. അതുമല്ല, അവൾ ഒറ്റ കുട്ടിയല്ലേ, അവൾ അങ്ങനെയൊക്കെ ആയിരിക്കും വളർന്നത്, അവളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ പലരും ഈ കണി കാണുക എന്നൊക്കെ പറഞ്ഞാലും രാവിലെ എണീക്കുമ്പോൾ അറിയാതെ കണ്ണൊക്കെ തുറന്നു പോകും. അതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് അതൊരു കുറ്റമായിട്ട് അവളെ കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ദേവയാനിയും പറഞ്ഞു, അതെ, ഇനിയിപ്പോൾ ഒരു അവസരം നോക്കിയിരിക്കായിരിക്കുമല്ലോ നിനക്ക് അവളെ കുറ്റം പറയാന്. അതുകൊണ്ട് അനി വേണ്ട, അവള് പതിയെ ഇറങ്ങി വരട്ടെ, ഏതായാലും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ദേവയാനി പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുടുംബത്തിന് ഐശ്വര്യവും എൻ്റെ മരുമകൾക്ക് ഐശ്വര്യവും ഒക്കെ ഉണ്ടാവണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇതിനിടയിൽ നയനയുടെ കാര്യം ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശി. ആദർശെ, നിന്നെ നയനെ വിളിച്ചായിരുന്നോ? അവളെന്നെ വെളുപ്പിന് 4:45 എന്നെ വിളിച്ചെണീപ്പിച്ചായിരുന്നു. ഓഹോ, അപ്പൊ നയനെയാണോ നിന്നെ വിളിച്ചെണീപ്പിച്ചത്? അല്ല ദേവയാനി, നിന്നെ മരുമകളാണ് വിളിച്ചെണീപ്പിച്ചതെന്ന് ജയൻ ചോദിച്ചു. അപ്പം ദേവയാനി പറഞ്ഞു, അവളെന്തിനാ എന്നെ വിളിക്കേണ്ടത്? അവളെന്നെയൊന്നും വിളിച്ചില്ല. അവള് വിളിച്ചാൽ തന്നെ ഞാൻ ഫോൺ എടുത്തിട്ടല്ലേ. എനിക്കറിയാം, ഞാനേ ഇന്നും നേരത്തെ എണീക്കാറുള്ളതാ. ഇന്ന് പ്രത്യേകിച്ച് വിഷു ആയതുകൊണ്ട് ഞാൻ 3:45 എണീറ്റു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക മേളിൽ നിന്ന് പതിയെ തട്ടിയും തടഞ്ഞൊക്കെ ഇറങ്ങി വരികയാണ് കേട്ടോ. തന്നെ കണ്ണൊക്കെ ഇങ്ങനെ പൊത്തി പതിയെ ഇറങ്ങി വരിക. അപ്പൊ ഈ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് മറിഞ്ഞങ്ങ് പോവുകയാണ്, വീഴാണ്. അയ്യോ, ഞാൻ വീണേന്ന് പറഞ്ഞങ്ങ് വീണു. അപ്പോഴൊന്നും കണ്ണ് തുറന്നില്ല കേട്ടോ, കണ്ണിങ്ങനെ പൊത്തി വെച്ചേക്ക്. അപ്പൊ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, ആഹാ, മോള് വീണിട്ടും കണ്ണീന്ന് കൈയെടുത്തില്ലല്ലോ. അതേ മുത്തശ്ശി, എനിക്ക് കണി കാണണം, അതുകൊണ്ടാ ഞാൻ കണ്ണീന്ന് കൈയെടുക്കാത്തത്. എന്നെ ഒന്ന് പിടിച്ച്. അയ്യോ, എൻ്റെ മോള് വീണോ എന്ന് പറഞ്ഞ് ജാനകി വന്ന് പൊക്കിയെടുത്തോണ്ട് പോയി. മോളെ കണ്ണു തുറന്ന് നോക്ക് എന്ന് പറഞ്ഞ് കണി കാണുകയാണ്. അങ്ങനെ നമ്മുടെ അനാമികയും ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിച്ച് വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അജയൻ പറഞ്ഞു, എങ്കിൽ പിന്നെ എല്ലാവരും അച്ഛൻ്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം മേടിച്ചോ. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് ആദ്യം ഇവിടുത്തെ ഏറ്റവും ചെറിയ മരുമകളല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളൂ, കയറി ബാ, ഞാൻ വിഷു കൈനീട്ടം തരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന തട്ടിൽ നിന്ന് ഒരു നാണയത്തൊട്ട് എടുത്തു കൊടുക്കാണ് കേട്ടോ, വിഷു കൈനീട്ടം. ഇത് കണ്ടത് നമ്മുടെ അനാമികയുടെ സകല കൺട്രോളും പോയില്ലേ. കൈ നിറയെ സ്വർണമോ പൈസയോ ഒക്കെ കിട്ടുമെന്ന് ഓർത്തിരുന്നാണ്. ഒരു ചെറിയൊരു നാണയത്തൊട്ടാണല്ലോ കിട്ടിയതെന്ന് ഓർത്തിട്ട്, എൻ്റെ ഈശ്വര, വീട്ടിലായിരുന്നെങ്കിൽ 10,000-2000 രൂപയായാലും എൻ്റെ അച്ഛൻ എനിക്ക് തന്നെ. ഇതിപ്പം പ്രതീക്ഷിച്ചതെല്ലാം തെറ്റിപ്പോയല്ലോ. ഈ നാണയത്തൊട്ട് കാണിച്ചിട്ട് എന്ത് കിട്ടാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി അങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും മാറി വിഷു കൈനീട്ടമൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മുത്തശ്ശി ചോദിച്ചു, അല്ല, വിഷുവായിട്ട് ഇവിടെ കരിമരുന്ന് പ്രയോഗങ്ങളൊന്നും ഇല്ലേ? അതെന്ത് ചോദ്യമാണ് മുത്തശ്ശി ചോദിക്കുന്നത്? വിഷുവായിട്ട് പിന്നെ കരിമരുന്ന് പ്രയോഗം ഇല്ലേ ഇവിടെ? എല്ലാ കൊല്ലവും നമുക്കുള്ളതല്ലേ എന്നും പറഞ്ഞ് പിന്നെ അവര് പടക്കം പൊട്ടിക്കുന്നു, പൂത്തിരി കത്തിക്കുന്നു, കമ്പിത്തിരി കത്തിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. നയനയല്ല, സോറി, നമ്മുടെ ദേവയാനി ഇങ്ങനെ പൂത്തിരിയൊക്കെ കറക്കുന്നതൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് വീണ്ടും നേരെ പോകുന്നത് നമ്മുടെ നന്ദാവനത്തിലേക്കാണ്. അപ്പൊ അവിടെയും ഇങ്ങനെ പൂത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലും തപ്പു കത്തിക്കലൊക്കെ തന്നെയാണ്. എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സീനാണ് കാണിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി അമ്പലത്തിൽ പോകുന്ന സീനാണ് കാണിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ പോയി ഇങ്ങനെ തൊഴുതി നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മരുമകൾക്കും എൻ്റെ മരുമകളെ സ്നേഹിക്കുന്നവർക്കും ഐശ്വര്യം മാത്രമേ കൊടുക്കാവുള്ളൂ എൻ്റെ ഈശ്വര. ആരും സത്യങ്ങളൊന്നും പെട്ടെന്ന് അറിഞ്ഞേക്കരുത് എൻ്റെ ഈശ്വര എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവിടുത്തെ പൂജാരി വന്നിട്ട് ദേവയാനിയോട് വിശേഷങ്ങളൊക്കെ തിരക്കുമ്പോഴത്തേക്കും സുഖമായിട്ടിരിക്കുന്നതൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ പിന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാടാണ്. അപ്പൊ അനന്തപുരി
അനന്തപുരി തറവാട്ടില് നമ്മുടെ ദേവയാനി ഇല്ല. ദേവയാനി അമ്പലത്തിൽ പോയി. അപ്പൊ മുത്തച്ഛനല്ല മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ജലജയും ജാനകിയും വന്നിട്ട് ഏടത്തിനെ കണ്ടില്ലല്ലോ, ഏടത്തി എപ്പോഴും അമ്പലത്തിൽ പോയത്, അല്ല അമ്മയോട് ഇത് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, അവൾ എന്നോട് അമ്പലത്തിൽ പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. ഏടത്തി അല്ലെങ്കിലും ഇപ്പൊ ഇങ്ങനെ തന്നെയാ അമ്മേ. ഏടത്തി എവിടെ പോകുന്ന കാര്യം ഇപ്പൊ നമ്മളോട് പറയാറില്ല. നോക്കിയിരിക്കുമ്പോ എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങിപ്പോവും, നമ്മളോട് പറയില്ല. സാധാരണ എല്ലാ വിഷയനുമേ എല്ലാവരും ഒന്നിച്ചായിരുന്നല്ലോ അമ്പലത്തിൽ പോകുന്നത്. അപ്പൊ നമ്മുടെ മുത്തശ്ശിയും പറഞ്ഞു, അത് ശരിയാ, ദേവയാനി അമ്പലത്തിൽ പോകാൻ എന്നെയും വിളിച്ചില്ലല്ലോ, മുത്തശ്ശനെയും വിളിച്ചില്ല. ഇപ്പം അവള് അമ്പലത്തിൽ പോകുമ്പോൾ തന്നെയാ പോകാറുള്ളത്. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, അത് പിന്നെ കരളൊക്കെ മാറ്റി വെച്ചതിൽ പിന്നെ അവൾക്ക് കുറെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. കരൾ മാറ്റി വെച്ചപ്പം പഴയ പോലെ അല്ലേ ദേവയാനി. ഇപ്പം ദേവയാനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ, അത് ശരിയാ, അദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ട്. കരൾ മാറ്റി വെച്ചതിൽ ദേവയാനിക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടമ്മേ. അതാ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ? മാറി മാറി ഇപ്പം നയനയുടെ വീട്ടിലേക്കാണോ പോയിരിക്കുന്നത് മരുമകളെ കാണാനെന്നാ. ഇത് കേട്ടോണ്ട് മുത്തശ്ശി പറഞ്ഞു, അതിന് യാതൊരു ചാൻസും ഇല്ല. അവളല്ലായിരിക്കണം നയനയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോകാന്, അതും ദേവയാനി. എന്തൊക്കെ പൊട്ടത്തരങ്ങളാ ജലജ നീ വിളിച്ചു പറയുന്നത്? ഞാൻ പൊട്ടത്തരമൊന്നും അല്ല പറയുന്നത്. എനിക്ക് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അല്ല, ഏടത്തിയുടെ മാറ്റങ്ങളൊക്കെ കണ്ടിട്ട് മിക്കവാറും നയനയുമായിട്ടുള്ള വഴക്കൊക്കെ തീർന്ന് അവർ ഒന്നിച്ചെന്നാ തോന്നുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ജലജ. അതൊന്നും അല്ല കാര്യം. ഒരിക്കലും ഒരിക്കലും അവളല്ല ഏടത്തി അവളെ സ്നേഹിക്കില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മുത്തശ്ശിക്കും മുത്തശ്ശനും മനസ്സിലായിട്ട് ഇവരുടെ മനസ്സിലെ കുശുമ്പ് എന്താണ് എന്നുള്ള കാര്യം. കാരണം ഒരിക്കലും നയനിയും ദേവയാനിയും ഒന്നിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പൊ അത് ഇവരുടെ മനസ്സിൽ നിന്ന് തന്നെ ഇങ്ങനെ അറിയാതെ വീണു പോവാ. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, നിന്നെ ഇവളെ പോലെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, പാവം ഒറ്റയ്ക്കാ പാചകമൊക്കെ. ഇപ്പം ഒരു ജോലിക്കാരിയെ പോലും ഒഴിവാക്കിയിട്ട് അവൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിലേ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ആ, എങ്ങനെ ഏടത്ത് കയറാതിരിക്കും? ഇപ്പൊ ഒരു ജോലിക്കാരിയെ വെച്ചാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ നമ്മുടെ കുടുംബം മുന്നോട്ടേക്ക് പോകുന്നത്. അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് പാല് കുടിച്ചത് മാത്രമേ ഏടത്തിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ അറിയാലോ എന്തൊക്കെയാ നടന്നതെന്ന്. ഇപ്പൊ ഏതോ ഒരു നല്ലൊരു പെൺകുട്ടി കരള് കൊടുത്തതുകൊണ്ടാ ഏടത്തി ജീവിക്കുന്നത്. അപ്പം ജാനകിയും പറഞ്ഞു, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വിശ്വസിച്ച് കഴിക്കാമല്ലോ മനസമാധാനത്തോടു കൂടി. അപ്പം നമ്മുടെ വസുന്ധര പറഞ്ഞു, എങ്കിലും നിനക്കൊന്നും അടുക്കളയിൽ കയറി അവളെ സഹായിക്കാൻ പറ്റില്ല. പലപ്പോഴും അവൾ നിർബന്ധിച്ചാലല്ലേ നീയൊക്കെ അടുക്കളയിൽ കയറി അവളെ സഹായിക്കുന്നത്, അല്ലാതെ സഹായിക്കുന്നില്ലല്ലോ. ഈ നിൽക്കുന്ന ജലജ പണ്ട് മുതലേ കള്ളിയാ, നീ അങ്ങനെ ആയിരുന്നില്ലല്ലോ. നീയും ഇപ്പം കള്ളിയായി ഇവളുടെ കൂടെ കൂടി. അത്യാവശ്യം അടുക്കളപ്പണിയൊക്കെ നീ ചെയ്യുമായിരുന്നല്ലോ ജാനകി, നീ അങ്ങനെ ചെയ്യാൻ നോക്ക്, അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ഇപ്പം ജാനകി നിനക്ക് മടിയാ. അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു, മരുമകൾ വന്നതിൽ പിന്നെ ഏടത്തിയോടുള്ള ബഹുമാനം ഇവക്ക് കുറഞ്ഞു. എങ്ങനെ കുറയാതിരിക്കും? എന്റെ മോന്റെയും മരുമകളുടെയും ജീവിതത്തെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയും ഇല്ലല്ലോ. ഇനിയിപ്പം നാളെ അവർ തമ്മിൽ പിരിയോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അതുപോലെ അവരുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്, അത് നേരെയാക്കാനൊന്നും ഇവിടെ ആരും ശ്രമിക്കുന്നില്ലല്ലോ. ഇപ്പം അതിന്റെ ഒരു ദേഷ്യം എനിക്കുണ്ട്. വിഷുവായിട്ട് നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട. അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണെങ്കിൽ നിങ്ങൾ പോകാൻ നോക്ക്, ഇവിടെ നിന്ന് പരദൂഷണം പറയാതെ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ജാനകി ജലജ അങ്ങ് പോയി കേട്ടോ. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി പറഞ്ഞു, അവള് പറഞ്ഞത് ശരിയാ, അനിയും അനാമികയും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല. പൊരുത്തമുള്ള ഒരു കൊച്ചുണ്ടായിരുന്നല്ലോ, പക്ഷേ അവള് അനിയുടെ ജീവിതത്തിലേക്ക് ആരും ക്ഷണിച്ചില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പം ഇങ്ങനെയൊക്കെ അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ വസന്തരെ എന്നിങ്ങനെ പറയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശിനെയാണ് കേട്ടോ. അങ്ങനെ ആദർശ കാറൊക്കെ നിർത്തി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. വേറെ എവിടെയല്ല, അമ്പലത്തിലാണ് കേട്ടോ. നമ്മുടെ ദേവയാനിയെ ഫോളോ ചെയ്താണ് വന്നത്. അപ്പൊ കാറൊക്കെ നിർത്തി ഇറങ്ങിയിട്ട് ഇതെന്താ അമ്മ ഒറ്റയ്ക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് മാറി ഇങ്ങ് നിന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി എന്ത് ചെയ്തു, കാറിനകത്തേക്ക് കയറുകയാണ്. അപ്പൊ ആദർശോ ഈ കാറിന്റെ പുറകെ പതുക്കെ ഫോളോ ചെയ്ത് പോവുക. ദേവയാനി എങ്ങോട്ടേക്കാ പോകുന്നതെന്നൊക്കെ അറിയണമല്ലോ, കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദേവയാനിയുടെ പുറകെ പോകുന്നത്. അപ്പം ഇച്ചിരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശം വേണോ പോണോ, പോയി കഴിഞ്ഞാൽ ശരിയാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ ദേവയാനി ചെന്ന് കാറ് നിർത്തുന്നത് നന്ദാവനത്തിലാണ്. നമ്മുടെ ആദർശം ആ കാഴ്ച കാണുകയാണ്. നന്ദാവനത്തിൽ നമ്മുടെ ദേവയാനി ചെന്ന് ഇറങ്ങി നന്ദാവനത്തിന്റെ അകത്തേക്ക് കയറി പോകുന്നത് കാറ് മാറ്റി നിർത്തി അവിടെ നിന്ന് അത് കാണുകയാണ് കേട്ടോ. ചങ്ക് തകർന്നു പോകുമല്ല കേട്ടോ, എന്താ പറയാ, ഞെട്ടിപ്പോവുക ചെയ്യുന്നത്. ചങ്ക് തകരേണ്ട കാര്യമില്ലല്ലോ, ഇവര് സ്നേഹിക്കുന്നത് ഇഷ്ടമാണ് നമ്മുടെ ആദർശിനെ. എങ്കിലും പെട്ടെന്ന് കാണുമ്പോഴുള്ള ആ ഒരു ഷോക്ക് ഉണ്ടല്ലോ, അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുമോ നമ്മുടെ ആദർശിന്. അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മുടെ ആദർശ് തിരിച്ചറിയാം.
അങ്ങനെ നമ്മുടെ ദേവയാനി പതിയെ ഇറങ്ങി നേരെ ചെല്ലുന്നത് നന്ദവനത്തിനകത്തേക്കാണ്. അകത്തേക്ക് ചെല്ലുന്നു. നമ്മുടെ നയനയെ കാണുന്നു. നയനയെ കണ്ട ഉടനെ തന്നെ കെട്ടിപ്പിടിക്കുന്നു. അമ്മ എന്താ താമസിച്ചെന്ന് ചോദിച്ചപ്പോൾ അതുപിന്നെ അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കഴിയാതെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ മോളെ, അതുകൊണ്ടാ. പിന്നെ അമ്പലത്തിലൊക്കെ പോയി അവിടെ നിന്ന് കൈനീട്ടമൊക്കെ മേടിച്ചു. പിന്നെ മുത്തശ്ശൻ കൈനീട്ടമൊക്കെ തന്നു. ദേ നിങ്ങൾക്ക് കൈനീട്ടം വേണ്ടേ, ഞാൻ നിങ്ങൾക്ക് കൈനീട്ടം തരാനാണ് വന്നത്, മോളിങ് വന്നേ, കൈനീട്ടം എന്നൊക്കെ പറഞ്ഞ് കൈനീട്ടം കൊടുക്കണം. അപ്പൊ ആദർശ് ഇതൊക്കെ മാറി നിന്ന് കാണുന്നില്ല എങ്കിലും നന്ദവനത്തിലേക്ക് കയറി പോയത് മാറി നിന്ന് കാണുന്നുണ്ട് നമ്മുടെ ആദർശം. അങ്ങനെ നമ്മുടെ ദേവയാനി നയനോട് പറഞ്ഞു, മോളെ എനിക്ക് പെട്ടെന്ന് പോണം, ആദർശ് ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര സംശയത്തില. എന്ന് വെച്ചാൽ ഇതിനു മുമ്പുള്ള എല്ലാ വിഷുവിനും ജലജയും ജാനകിയൊക്കെ കൂട്ടി അമ്പലത്തിലേക്ക് പോകുന്നത്, ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ലേ, അപ്പൊ എല്ലാവർക്കും സംശയം കാണാതിരിക്കത്തില്ലല്ലോ, സംശയം കാണും, അത് തീർച്ചയാ. അപ്പൊ നമ്മുടെ നവ്യ ചോദിച്ചു, വിഷു എങ്ങനെ ഉണ്ടായിരുന്നു അമ്മായി? അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇല്ലാത്തതിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം നന്നായിട്ട് പോയി. ഇത്തവണ പടക്കങ്ങളൊക്കെ ഒരുപാട് മേടിച്ചു, എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു, പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു. ആ ഇവിടെയും അങ്ങനെ തന്നെയാ ദേവയാനി, 3 പേരും ഇവിടെ ഉള്ളത് കൊണ്ട് വലിയ സന്തോഷമായിരുന്നു. ഒത്തിരി നാളായില്ലേ 3 പേരും കൂടെ കൂടിയിട്ട്. ഇപ്പൊ പിന്നെ നവ്യമോളെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ. ആ സന്തോഷത്തിന് ഗോവിന്ദേട്ടൻ അമ്പലത്തിലേക്ക് പോയിരിക്കുക ദൈവങ്ങളോടൊക്കെ നന്ദി പറയാനായിട്ട്. അപ്പൊ നമ്മുടെ നയന പറഞ്ഞു, അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളും പോകുന്നുണ്ട് കേട്ടോ അമ്മേ. ആ അല്ല മോളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നിങ്ങനെ നന്ദുവിനോട് നമ്മുടെ ദേവയാനി ചോദിച്ചു. അപ്പം നന്ദു പറഞ്ഞു, ഹേയ് ഒന്നുമില്ല. അല്ല മോളെ അനു വിളിച്ച് ഹാപ്പി വിഷു പറഞ്ഞായിരുന്നോ? ഇല്ല. അവൻ വിളിക്കുകയാണെങ്കിലേ അവന്റെ കരണത്തൊരു പാടുണ്ടായോന്ന് ചോദിക്കണം കേട്ടോ. ഇത് കേട്ടത് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പൊ കരഞ്ഞു ചോദിച്ചു, എന്ത് പറ്റി, എന്താ അവന് പറ്റിയത്? ഇന്നലെ നന്ദുവിനെ കണ്ടിട്ടല്ലേ അവൻ അങ്ങോട്ടേക്ക് വന്നത്, അതിന് ഞാൻ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചു. അങ്ങനെ പാടില്ലല്ലോ അഹങ്കാരം ആണുങ്ങൾക്ക്, നല്ല ഒരെണ്ണം തന്നെയാണ് ഞാൻ കൊടുത്തത്. അല്ല അത് അമ്മ എങ്ങനെ അറിഞ്ഞെന്നാ പറഞ്ഞത് എന്നിങ്ങനെ നയനി ചോദിച്ചപ്പം, ഇല്ല അതൊന്നും ഞാൻ പറഞ്ഞില്ല, കള്ളം ചെയ്തവരോട് തറപ്പിച്ച് 2 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സത്യം പറയൂലോ. ഇവിടെ ഒരാളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അമ്മേ. SI ആകാൻ പോകുന്ന ആളെ ഞാൻ പിടിച്ചൊന്ന് കൊടഞ്ഞു. അപ്പൊ സത്യങ്ങളൊക്കെ പറഞ്ഞു, അനിയെ കണ്ടെന്നും സംസാരിച്ചെന്നും ഒക്കെ. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ കനക, ഓഹോ അത് ശരി, അപ്പൊ അനിയെ കാണാനാണോ ഇന്നലെ രാത്രി നീ ഇവിടുന്ന് പോയത്? ഹമ്പടി കള്ളി. അപ്പൊ ദേവയാനി പറഞ്ഞു, വേണ്ട, വിഷുവായിട്ടൊന്നും പറയണ്ട, നമ്മളെല്ലാവരും മുന്നിലും പിന്നിലും ഒക്കെ നിന്ന് രണ്ടുപേരും ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, കാര്യങ്ങള് മനസ്സിലാക്കുന്ന കുട്ടികളെ രണ്ടുപേരും, അതുകൊണ്ട് ഇനി തെറ്റ് ചെയ്യില്ല എന്ന് കരുതാം, അല്ലേ മോളെ? അപ്പൊ നമ്മുടെ നന്ദു പറഞ്ഞു, ശരി ശരിയാ അത് ചേട്ടന്റെ അമ്മേ. അനിയുടെ കല്യാണം കഴിഞ്ഞു, മോക്കറിയാലോ. അതിനു മുമ്പ് വേണമായിരുന്നെങ്കിൽ മോൾക്ക് ഇതിന്റെ പേരിൽ സമരം ചെയ്യായിരുന്നു, അനിക്കും സമരം ചെയ്യായിരുന്നു. അത് നിങ്ങൾ രണ്ടുപേരും ചെയ്തില്ല. അല്ലെങ്കിൽ എല്ലാവരും എല്ലാം അറിയാവുന്ന മോളുടെ ചേച്ചിമാരും അതുപോലെ അമ്മയും ഒന്നും ഇതിനെ അനുകൂലിച്ചുമില്ല, അവരൊട്ട് പറഞ്ഞുമില്ല. ഇനിയിപ്പൊ എല്ലാം കൈവിട്ടു പോയി. അതിനുശേഷം ഇനി ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ. പിന്നെ അന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഞാനും അനുകൂലിക്കില്ലായിരുന്നു. ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയ സ്ഥിതിക്ക് ഇനി കിട്ടാത്തതിന്റെ പിന്നാലെ പോകരുത് മോളെ, അതിന്റെ കാര്യമില്ലല്ലോ. ഹേയ് ഞാൻ പോകുന്നില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അറിയാം, എനിക്കറിയാം അനിയ മോളെ ശല്യം ചെയ്യുന്നതെന്ന്. എങ്കിലും മോള് അവനെ പറഞ്ഞു തിരുത്തണം, 2 വഴക്ക് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അവന് മുഖം കൊടുക്കാതെ മോള് നടന്നാ മതി. അങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും അവൻ പതുക്കെ അങ്ങ് മാറിപ്പൊക്കോളും. അവനെ കാണുമ്പോൾ നന്നായിട്ട് ദേഷ്യപ്പെടണം. ദേഷ്യപ്പെട്ട് കഴിയുമ്പം സ്നേഹം കുറഞ്ഞോളും. അപ്പോഴത്തേക്കും നമ്മുടെ നയന് പറഞ്ഞ അങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലാ അനിയെന്നാ പറയുന്നത്. ഇവളുടെ പറച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവളുടെ കാര്യത്തിൽ മാത്രം മറ്റാരെക്കുറിച്ചും ചിന്തിക്കുന്നില്ല എന്നുള്ളതാ. ഏതായാലും മോള് പോലീസ് ക്യാമ്പിലേക്ക് പോവുമല്ലേ, അവിടെ നിന്ന് മോള് തിരിച്ചു വരുമ്പോഴത്തേക്കും അനിയെ മാറ്റിയെടുക്കാൻ ഞാനൊന്ന് നോക്കട്ടെ, ശ്രമിക്കാം നമുക്ക്. ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ പറയാം. ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും അനന്തപുരി തറവാട്ടാട്ടോ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ അജയൻ ജയനോട് പറയുക, ഏട്ടൻ പറഞ്ഞത് സത്യം, ആദർശന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, അവനെ എന്തോ അലട്ടുന്നുണ്ട്. ഇന്നലെ എന്നോട് കുറച്ച് കണക്കുകളും കാര്യങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞത് ഒരു ശ്രദ്ധയില്ലാതെയാ. വിഷുവായിട്ട് റെക്കോർഡ് സെയിലാ നടന്നത് അജയ. ആ നേരത്ത് മുഖത്ത് ഒരു സന്തോഷം ഇല്ല. അതില്ലെന്ന് മാത്രമല്ല, അവൻ എന്തൊക്കെയോ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ മൂർത്തിയും മുത്തശ്ശിയും വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ജയം പറഞ്ഞു, ഞങ്ങൾ ആദർശന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അച്ഛാ, അവൻ ആകെ ഒന്നിനും ഒരു താല്പര്യം ഇല്ലാതെയാ നടക്കുന്നത്. ഇനി കുട്ടികളുടെ പ്രശ്നത്തിലൊക്കെ ഞങ്ങൾ ഇടപെടുന്നില്ല, അതിനൊരു പരിധി ഉണ്ടല്ലോ. അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അച്ഛനായി നിനക്ക് പറഞ്ഞു തിരുത്താലോ, ഞാനല്ലല്ലോ പറഞ്ഞു തിരുത്തേണ്ടത്. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, അതെങ്ങനെ, അച്ഛനിപ്പോ ഉപദേശം കൊടുക്കുന്നത് മോനല്ലേ, പിന്നെ എങ്ങനെ ശരിയാകും? മുത്തശ്ശനും പറഞ്ഞു, അത് ശരിയാ, നിങ്ങളുടെ അച്ഛനേക്കാളും വലിയച്ഛനേക്കാളൊക്കെ പക്വതയുണ്ട് മോന് ആദർശിന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആദർശ് വരികയാണ് കേട്ടോ. അപ്പൊ ആദർശ് വണ്ടി കൊണ്ടുവന്ന് അനന്തപുരി തറവാട്ടിന്റെ മുറ്റത്ത് നിർത്തിയിട്ട് കയറി വരിക. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളല്ലോ, അതിനു മുമ്പ് എത്തിയില്ലോ. അല്ല നീ എവിടെ പോയതാ? അത് പിന്നെ ഞാൻ അമ്പലത്തിൽ പോയതാ. അപ്പൊ നിന്റെ അമ്മേനെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അമ്മേനെ കണ്ടില്ല. അല്ല മോനെ, വിഷുവിന് നമ്മളെല്ലാവരും ഒന്നിച്ചല്ലേ പോകാറുള്ളത്, പിന്നെ ഇന്ന് ഞങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ട്
എന്തിനാ നീ ഒറ്റയ്ക്ക് പോയത്? അത് പിന്നെ വയസ്സായവരെ കൂടെ കൂട്ടുന്നത് ബുദ്ധിമുട്ടായി തുടങ്ങിയോ എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോ, അതെന്താ മുത്തശ്ശൻ അങ്ങനെ പറയുന്നത്? കണി കണ്ട ശേഷമേ എല്ലാവരും പൂജാമുറിയിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചല്ലോ, അതുകൊണ്ടാ ഞാൻ പിന്നെ നിങ്ങളെയൊക്കെ വിളിക്കാതെ പോയത്, അല്ലാതെ വേറൊന്നും അല്ല. അതെല്ലാ വർഷവും ചെയ്യുന്നതാണല്ലോ, അതിനുശേഷമാണല്ലോ എല്ലാവരും ഒന്നിച്ച് അമ്പലത്തിലേക്ക് പോകുന്നത്. അത് മുടങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, ഇപ്പൊ ഈ വീട്ടിനകത്ത് അധികം പൂജകളൊന്നും നടക്കുന്നില്ല, അതിന്റെ താളം തെറ്റല് ഈ കുടുംബത്തിനുണ്ട്. അനിയുടെ ദാമ്പത്യ ജീവിതം ശരിയായ രീതിയിലല്ല പോകുന്നത്. അതിനിടയിൽ നിനക്ക് എന്തോ മാനസിക വിഷമം ഉണ്ടെന്നാ ഇവന്മാര് പറയുന്നത്. എന്താ ആദർശേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് പിന്നെ എനിക്ക് മനസ്സിലൊരു വിഷമമുണ്ട് മുത്തശ്ശ. അതെന്താണെന്ന് ഞാൻ നിങ്ങളോടൊക്കെ ഉടനെ പറയാം. അത് ഇപ്പൊ പറയാൻ തൽക്കാലം കഴിയില്ല. എന്തു പറ്റി? നയനമോളുമായിട്ട് പിണക്കം വല്ലതും ഉണ്ടോ? നയനുമായിട്ട് നയനയുമായിട്ടല്ല, മറ്റ് പലരുമായിട്ടും എനിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്, വേറൊരാളുമായിട്ട് എന്നിങ്ങനെ പറയാ. ഇത് കേട്ടതും എല്ലാവരും ഇത് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഒന്നും തെളിച്ചങ്ങോട്ട് നമ്മുടെ ആദർശ് പറയുന്നുമില്ല കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.